പോലീസുകാർക്കെതിരായ നടപടിയിൽ മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞത്. 144 പേരെ പിരിച്ചുവിട്ടു എന്നത് ശുദ്ധ നുണ. കഴിഞ്ഞ 10 വർഷത്തിനിടെ 50-ൽ താഴെ പോലീസ് ഉദ്യോഗസ്ഥരെ മാത്രമേ പിരിച്ചുവിട്ടിട്ടുള്ളൂ എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അച്ചടക്ക നടപടിയുടെ ഭാഗമായി ആഭ്യന്തര വകുപ്പിൽ നിന്നും 144 പേരെ പിരിച്ചുവിട്ടു എന്ന് പറയുന്നത് ശുദ്ധ നുണയാണ്. ബോധപൂർവം സഭയെ തെറ്റിദ്ധരിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ ജനങ്ങളെ കബളിപ്പിക്കുവാനുമാണ് മുഖ്യമന്ത്രി ഇത് പറഞ്ഞത്. തൻ്റെ ഭരണകാലത്ത് പിരിച്ചുവിട്ട 144 പോലീസുകാരുടെ ലിസ്റ്റ് മുഖ്യമന്ത്രി സഭയുടെ മേശപ്പുറത്ത് വെക്കുമോ അതോ പബ്ലിക്കായി ജനങ്ങളുടെ മുമ്പിൽ പ്രസിദ്ധീകരിക്കാൻ തയ്യാറുണ്ടോ? മുഖ്യമന്ത്രി ആ വെല്ലുവിളി ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ലാത്ത പക്ഷം അദ്ദേഹം കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചന്തു ചന്ദ്രശേഖറുണ്ട് വിവരങ്ങൾ നൽകാൻ. ചന്തു, ഈ പോലീസ് നടപടിയിൽ എന്തൊക്കെയാണ് ചെന്നിത്തല ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, ചോദ്യങ്ങൾ? അരുണ്യ, പ്രധാനമായും ഈ പോലീസ് അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകിയിരുന്നു. ആ മറുപടിയിലാണ് ഈ 1ഉം 2ഉം പിണറായി സർക്കാരുകളുടെ കാലത്ത് 144 പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിച്ചുവെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം സഭയിൽ വ്യക്തമാക്കിയത്. എന്നാൽ ആ കണക്കുകൾ തെറ്റ് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നത്. ഈ 144 പേർക്കെതിരെ നടപടി എടുത്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം 50-ൽ താഴെ പോലീസുകാർക്കെതിരെ മാത്രമാണ് നടപടി സ്വീകരിച്ചിട്ടുള്ളത്. അത് പക്ഷേ ഇത്തരത്തിൽ ഗുരുതരമായ ക്രമക്കേടുകൾ നടത്തുകയോ ഏതെങ്കിലും തരത്തിൽ അതിക്രമങ്ങൾ നടത്തുകയോ ആരോപണങ്ങൾ ഉണ്ടാകുകയോ ചെയ്ത പോലീസുകാർക്കെതിരെയല്ല. ദീർഘകാലം ലീവിൽ പ്രവേശിച്ചു ജോലിയിൽ ഹാജരാകാതിരുന്ന 50-ൽ താഴെ പോലീസുകാർക്കെതിരെ മാത്രമാണ് 1ഉം 2ഉം പിണറായി സർക്കാരുകളുടെ കാലത്ത് നടപടി സ്വീകരിച്ചത്. അതേസമയം UDF സർക്കാരിന്റെ കാലത്ത് 61 പേർക്കെതിരെ നടപടി സ്വീകരിച്ചു. അക്കാര്യം മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയില്ല. ഒരു പോലീസുകാർക്കെതിരെയും ഇത്തരത്തിൽ നടപടി സ്വീകരിച്ചില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. ഇത് ബോധപൂർവം സഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതെന്നാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ന് മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനം വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയും ബോധപൂർവമായി സഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ ഇത്തരത്തിലൊരു പ്രിവിലേജ് നടപടികളുടെ ഭാഗമായി പ്രിവിലേജ് നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് തന്നെ അത് നിയമസഭാ സ്പീക്കർക്ക് അത്തരത്തിലൊരു പ്രിവിലേജ് നൽകുമെന്നാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഈ 144 പേരുടെ പട്ടിക പുറത്തുവിടാൻ ധൈര്യമുണ്ടോ എന്ന് മുഖ്യമന്ത്രിയെ രമേശ് ചെന്നിത്തല വെല്ലുവിളിക്കുന്നു. അത്തരത്തിലൊരു പട്ടിക ഉണ്ടെങ്കിൽ ഈ ആർക്കെതിരെയൊക്കെയാണ് നടപടി സ്വീകരിച്ചത് എന്ന കാര്യം കൃത്യമായി വ്യക്തമാക്കുന്ന ഒരു പട്ടികയുണ്ടെങ്കിൽ അത് പുറത്തുവിടാനും അദ്ദേഹം ആവശ്യപ്പെടുന്നു. എന്തായാലും മുഖ്യമന്ത്രി സഭയെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമമാണെന്നാണ് പ്രധാനമായും രമേശ് ചെന്നിത്തല ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ശരി, ചന്തു ചന്ദ്രശേഖറാണ് വിവരങ്ങൾ നൽകിയത്.